ശ്രീ പ്രശാന്ത്, ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് തടവറയ്ക്കകത്തിട്ടു, ഒരു പരുവത്തിലാക്കി. കേരളത്തിലൊരു വലിയ വ്യവസായ പ്രമുഖനാണ്, അദ്ദേഹത്തെയാണ് കൊണ്ട് ഒതുക്കിയിട്ടത്. ഇപ്പോൾ അതാ വെളിയിൽ വേറൊരു ചവിട്ട് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചവിട്ട് നാടകം എന്ന് പറയണം, ഈ ഫേസ്ബുക്കിൽ ഓരോരുത്തരും അവരുടെ ഈ തൻ പ്രമാണിത്വമല്ലേ കാണിക്കുന്നത്. ഒന്ന് ചവിട്ട് നാടകം തന്നെയാണത്. മറ്റവനെ കുത്തുന്നു, ചവിട്ടുന്നു, മാന്തുന്നു. ഇപ്പോൾ ഹണി റോസ് ആദ്യം രാഹുൽ ഈശ്വറിനെ കയറി ചോദിച്ചു അല്ലേ? രാഹുൽ ഈശ്വർ ഇപ്പം വളരെ കൃത്യമായിട്ട് സഹോദരി മോളെ എനിക്ക് വലിയ ബഹുമാനമാണ്, കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ കാര്യം മറുപടി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഹണി റോസിൻ്റെ വിഷയം അറിയാമല്ലോ. ഹണി റോസിൻ്റെ ഡ്രസ് കോഡുമായിട്ട് സംബന്ധിച്ചുള്ള വിഷയവും അവരുടെ ഡ്രസ് കോഡ് കൊണ്ട് അവരുടെ ബോഡി ഷേമിംഗ് ആണ്, അല്ലെങ്കിൽ ദ്വയാർത്ഥമാണ്. അതിൻ്റെ എതിരെ ഏറ്റുപിടിക്കുന്നു. വളരെ കൂടുതൽ ആൾക്കാർ കേസിൽ പ്രതിയാവുന്നു, വളരെ കൂടുതൽ ആൾക്കാർ അകത്തു പോകുന്നു. ഇന്നലെ കേരള ഞെട്ടിച്ചുകൊണ്ട് വ്യവസായി നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ വളരെ പിടിച്ച് ഇന്നിപ്പം റിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ റിമാൻഡിലായിട്ടുണ്ടാവും. അതിൻ്റെ വ്യക്തത വരുന്നില്ല. എന്തായാലും റിമാൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള വകുപ്പ് ഉപയോഗിച്ചാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പം ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമല്ലോ. കാരണം പ്രധാനപ്പെട്ട വിഷയം സെലിബ്രിറ്റിയാണ്, പ്രധാനപ്പെട്ട വ്യവസായി പ്രതിയാണ്, അവരാണ് പരാതിക്കാരി. പിന്നെ ഈ കൗതുകം ഉണർത്തുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രധാരണം സമൂഹത്തിന് സഭ്യമല്ല. ഹണി റോസിന്റെ വസ്ത്രധാരണമാണോ ബോബി ചെമ്മണ്ണൂരിന്റെ? രണ്ടും കൊള്ളാം. മറ്റേ പുള്ളിയും ഈ പറയുന്നത് പോലെ ഹണി റോസ് പുള്ളി എന്താ കൊടുത്തിരിക്കുന്ന തോർത്തല്ല, അത് പഴയ പുള്ളി പറയുന്നത് പഴയ വളരെ പഴകിയ ഈ ക്രിസ്ത്യൻ വേഷമാണെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ഈ ചട്ട എനിക്ക് തോന്നി പുള്ളിയുടെ ഈ അമ്മച്ചിയുടെ ചട്ടയും മുണ്ടും എടുത്തുകൊണ്ട് പോന്നേക്കുവാന്നുള്ള അതല്ലേ എൻ്റെ രീതിയാണ്. അപ്പം അയാളും വളരെ ബുദ്ധിപരമായിട്ടാണ്. കാരണം അയാളുടെ ഡ്രസ് കോഡിൽ കൂടി തന്നെ അയാളൊരു അല്ലെങ്കിൽ ഒരു ആൾക്കാരെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് തന്നെ ഹണിയും ചെയ്യുന്നുള്ളൂ. ഹണിയുടെ ഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡ്രസ് കോഡ് കൊള്ളാവുന്നത് കൊണ്ടും അത് കാണാൻ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ടും അവരെ വിളിക്കുന്നു, അവരുടെ ഉപജീവന മാർഗം അതിൽ കൂടി കണ്ടെത്തുന്നു. അതിനകത്ത് ദ്വയാർത്ഥവും അത് മറ്റൊന്നും നമുക്കല്ല. അപ്പം ഇന്നലെ ഈ അറസ്റ്റിനോടനുബന്ധിച്ച് ഈ വിഷയം സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരെ മോശമാക്കിയത് കൊണ്ട് അറസ്റ്റ് വരുമല്ലോ. അപ്പം അതിനകത്തെ ന്യായവും അന്യായവും വെച്ച് യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയുമല്ലോ. ഈ അഭിപ്രായത്തിനകത്ത് സഭ്യതയില്ലാത്തവരെല്ലാം അകത്തും പോയി, അല്ലാത്തവരൊക്കെ സഭ്യമായിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ രാഹുൽ ഈശ്വറും ഇന്നലെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ശരിയാണോ, ശരിയല്ലല്ലോ, ഹണി എങ്ങനെ ചെയ്യാമോ, ഹണി ഇത് ആൾക്കാർക്ക് മാതൃകയാവണ്ടേ, നമ്മുടെ സംസ്കാരമില്ലേ, മറ്റേ ഇല്ലേ, മറിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും രാഹുൽ ഈശ്വറിനെതിരെ ഇന്നലെ ഹണി റോസ് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചയ്ക്ക് രാഹുൽ ഈശ്വർ എന്നും മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിർവീര്യമാക്കും. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരി ആയ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിൽ ഉള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുമ്പിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. ഈ ഹണി റോസ് ഇത്രയും ഭംഗിയായിട്ടൊക്കെ എഴുതുകയല്ല, അത് ഹണി റോസ് എഴുതണമെന്നില്ലല്ലോ. ഹണി റോസിന് വേണ്ടി എഴുതിയാൽ മതിയല്ലോ. ഏതായാലും രാഹുൽ ഈശ്വറിനെ വളരെ കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ട് ഒരു നല്ല ആവാസനയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് പറയാൻ തന്ത്രി കുടുംബത്തിന്റെ പേരിലും കൈവച്ചു. കാരണം ഈ ഇത് സാറ് ചോദിച്ചില്ല ഇത് ആരെഴുതിയാന്ന്. എഴുതിയവൻ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്നു പറഞ്ഞില്ല, നീ എന്നാലും എന്നെ വൃത്തിയായിട്ട് അച്ഛനൊന്ന് വിളിച്ചല്ലോ. കാരണം ഇത് അവരുടെ ആ കുടുംബത്തിനോട് ആക്ഷേപമാണ് ഇതുപോലുള്ള മക്കൾ എന്ന് പറയാൻ വളരെ കൃത്യമായിട്ട് ഈ ഭാഷയിൽ കൂടി സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭാഷ എങ്ങനെ ഉപയോഗിക്കണമെന്ന് രാഹുൽ ഈശ്വറിനെ കാട്ടി വൃത്തിയായിട്ട് ഹണി റോസിന് അറിയാം.
അപ്പൊ രാഹുൽ ഈശ്വർ ഇന്നലെ പണി കൊടുത്ത് പണി മേടിച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലായില്ല. കാരണം രാഹുൽ ഈശ്വർ എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹം ഏതർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയത്തില്ല. നന്നാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, ഇനി ഹണി റോസിനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ. എന്തായാലും രാഹുൽ ഈശ്വർ എവിടെ നിന്നുള്ള ആളാണെന്നും പുള്ളി എത്തരത്തിലുള്ള ആളാണെന്നും തന്ത്രി കുടുംബത്തിലെയാണ്. പക്ഷേ ഈ ഇതുപോലുള്ളതൊന്നും തന്ത്രി കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇത് വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനിപ്പം നമ്മളിപ്പോൾ ONVയുടെ കവിത എടുത്ത് വെച്ച് വായിച്ചാൽ പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കാമെന്ന് പറയുന്നത്. പിന്നെ അതാണ് അതിൻ്റെ വിശാലത. ഈ എഴുത്തിനകത്തും അത്ര കുറവൊന്നുമില്ല. രാഹുൽ ഈശ്വറിനെക്കാട്ടി വിശാലതയും പരത്തലുമുള്ള എഴുത്ത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് രാഹുൽ ഈശ്വറിനെ എത്ര മറുപടി കൊടുത്തെന്ന് തോന്നുന്നു. അത് ഞാൻ പറയാൻ പോയി. ഇപ്പൊ യുദ്ധം നടക്കുകയാണ്. കാരണം വളരെ വലിയൊരു യുദ്ധമാണ്. ഇപ്പൊ രാഹുൽ ഈശ്വറിന് വളരെ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കുമാരി ഹണി റോസ്, കുമാരി കല്യാണം കഴിച്ചിട്ടില്ല. താങ്കളുടെ കലാപ്രവർത്തനങ്ങൾക്കും സിനിമാ കരിയറിനും ബഹുമാനം തോന്നുന്നു. ബോയ് ഫ്രണ്ട് എന്ന താങ്കളുടെ ആദ്യ സിനിമയിൽ എൻ്റെ സുഹൃത്ത് നാഷ് ഖാൻ വില്ലനായി അഭിനയിച്ചിരുന്നു. ഹണിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവരിൽ നിന്നും ബഹുമാനത്തോടെയുള്ള ഒരു വിമർശനം ഫീഡ്ബാക്ക് ആയി ഇതെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്പലങ്ങളിലും പള്ളികളിലും ഡ്രസ് കോഡ് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ വത്തിക്കാനിൽ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടെയും ഡ്രസ് കോഡ് കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഹണി റോസിനെ വത്തിക്കാൻ ഓർപ്പിക്കുന്നുണ്ട്. ഭാഷയിൽ എൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. സ്ത്രീ ശരീരം കണ്ടാൽ നിയന്ത്രണം പോകുമോ എന്ന ചോദ്യം താങ്കളുടെ മനസ്സിലെ ദേഷ്യത്തിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാകുന്നു. ഹണിക്കെതിരെ ഒരു സ്ത്രീക്കെതിരെയുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ പക്ഷേ താങ്കൾക്കെതിരെയുള്ള വസ്ത്രദാനത്തിലെ വിമർശനങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് എനിക്ക് നിയന്ത്രണ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല, പകരം നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് തരം ആളുകൾ ഉണ്ട്. കുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ, പ്രായമായവർ, കുടുംബങ്ങൾ എന്നിവ ഉള്ളത് കൊണ്ടാണ്. ഹണിയെ പോലെയുള്ള കലാകാരികൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നല്ല മാതൃകയാവണം. അതോടൊപ്പം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് ബോച്ചെ 1 വർഷം ജയിലിൽ ഇടണോ എന്നുകൂടി താങ്കൾ ചിന്തിക്കണം. ഹണി ഉന്നയിച്ച പോയിന്റ് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു. ലൈംഗിക ചുവയുള്ള യഥാർത്ഥ പ്രയോഗങ്ങൾ നിരുത്സാഹപ്പെടുത്തണം എന്ന പൊതു നിലപാടിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. കൺഗ്രാറ്റ്സ്. സിനിമയിലും ഇത് ബാധകമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കലാകാരി എന്ന നിലയിൽ വിമർശനം സ്വീകരിക്കാനും വിശാല മനസ്സോടെ കാര്യങ്ങൾ കാണാനും സാധിക്കട്ടെ. ജനുവരി 10 ഇറങ്ങുന്ന നേച്ചർ റേച്ചൽ സിനിമയ്ക്കും ആൾ ദി ബെസ്റ്റ്. അപ്പം ഇതിനകത്ത് നല്ല മറുപടി കൊടുത്തു. കാരണം രണ്ടുപേരും ഇപ്പോൾ അത് മത്സരത്തിലേക്ക് പോവുകയാണ്. കാരണം ഇതിനകത്ത് ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറഞ്ഞത് ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഈ പറയുന്ന മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന സിനിമയ്ക്കകത്ത് തെറി അഭിഷേകത്തിൻ്റെ കോട്ടയാണ്. അതിനകത്ത് ഒരു ഭാഗത്ത് തെറി കേൾക്കുന്ന സ്ത്രീ ആയിട്ട് അഭിനയിക്കുന്ന ആളാണ് ഹണി. അപ്പം അതുകൊണ്ട് ആ സിനിമയിലെ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പം മാത്രവുമല്ല, ഇതിനകത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലേക്കുള്ള ഒരു സ്ത്രീ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ രാഹുൽ ഈശ്വറിന് കൊടുത്താൽ കൊട്ടിന് തിരിച്ച് കൃത്യമായിട്ടുള്ള തന്ത്രി കുടുംബത്തോടെ കളിക്കാൻ പോയതിന്റെ മറുപടിയാണ്. കാരണം അത് വായിച്ചാൽ രാഹുൽ ഈശ്വറിനെ കൊടുത്ത അടി വളരെ കൃത്യമായിട്ട് കിട്ടേണ്ടത് രാഹുൽ ഈശ്വറിന് കിട്ടിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിന് ഈ മറുപടി കൊടുത്താൽ പോലും തൃപ്തി വരത്തില്ല. എന്നാലും രാഹുൽ ഈശ്വരൻ മാക്സിമത്തിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിന് നിങ്ങളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട്, നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് നിങ്ങളെ കൂടുതൽ ആൾക്കാർ സമൂഹം ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. സമൂഹം ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രായമായവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വളർന്നു വരുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ സെലിബ്രിറ്റി ആവാൻ നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ ഒരു സ്ത്രീയോ കുട്ടിയോ പെൺകുട്ടിയോ ഒക്കെ തയ്യാറായാൽ അത് സമൂഹത്തിന് ഭൂഷണമല്ലെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട്
ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കൊടുത്തതിന് മറുപടി. ഏതായാലും ഈ കൊടുത്തതും മറുപടിയും ഒക്കെ കൊടുത്ത് ഈ പറഞ്ഞ ബോച്ചയുടെ അവസ്ഥ രാഹുൽ ഈശ്വറിന് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഹണി റോസ് ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിച്ചു. ബോച്ച 4 മാസം കൊണ്ട് തുടങ്ങിയപ്പോൾ അകത്ത് പോയത്. രാഹുൽ ഈശ്വർ ഇപ്പൊ മറുപടി, രാഹുൽ ഈശ്വറിനെ രാവിലെ വിമർശിച്ചു, രാഹുൽ ഈശ്വർ തിരിച്ച് മറുപടി എടുത്തു. ഇനി ഏതവസരത്തിലാണ് രാഹുൽ ഈശ്വറിന്റെ ടൈം കറക്റ്റ് ആവുന്നതെന്ന് അറിയാനൊക്കത്തില്ല. കാരണം രാഹുൽ ഈശ്വറിന് ഈ പറയുന്ന കേസും കാര്യങ്ങളും അല്ലെങ്കിൽ അഭിമാനവും വിഷയവും ഒന്നും നമ്മുടെ നിയമത്തിലില്ല. ഹനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. പക്ഷേ ഹണിക്ക് ഏത് സമയവും ഹണിയുടെ മാനം പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളും നിയമങ്ങളും വളരെ കൃത്യമായിട്ട് ഉരുത്തിരിച്ച് വെച്ചിട്ടുള്ള നിയമസംഹിതയാണ് നമുക്കുള്ളത്. ഏറ്റവും അവസാനത്തെ നിയമസംഹിത അത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുന്ന നിയമസംഹിത. അവർക്കെന്തും കാണിക്കാം. അതിലെ ശരിതെറ്റുകൾ അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ചൂണ്ടിക്കാണിക്കാൻ പോലുമുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമൊന്നും ഇല്ല. അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റമായിട്ട് മാറും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആക്ഷേപിക്കലായിട്ട് മാറും. അപ്പം അതിൻ്റെ അപകടം വളരെ കൂടുതലാണ്. ബോച്ചെ അവിടെ കിടന്ന് അഴിയെണ്ണുമാണ്, ഓച്ച പറിക്കുകയാണ്. ഈ പറഞ്ഞ രാഹുൽ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ മറുപടിയും അവർ പറഞ്ഞൊന്നും കേൾക്കാൻ കാണത്തില്ല. നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കാൻ കാണത്തുള്ളൂ. നിങ്ങൾ ഒരുപക്ഷെ ഈ ബോച്ചയുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക. ഇത് ഹണി റോസാണ്.